ഇന്ത്യ ഗേറ്റിനുള്ളിൽ ഫുഡ് കോർട്ടാണോ. ഡൽഹിപ്പോയിലാണ് നമ്മളെ പറഞ്ഞു വിട്ടോ ഇങ്ങോട്ടേക്ക്. കേരള ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലാണോ. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസ് ഇവിടുന്ന് കണ്ടിന്യൂസ് യാത്ര തുടങ്ങുകയാണ്. ഡൽഹിയിൽ നിന്ന് നേരെ സദർ ബസാർ പോകണം. ഡൽഹിയിൽ ഇന്നലെ ഞങ്ങൾ താമസിച്ച ഒരു സ്ഥലമാണോ, ഒരു ചേരിപ്രദേശം പോലത്തെ ഒരു സ്ഥലം. ഇവിടെ അങ്ങനെയൊക്കെ റൂം കിട്ടുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമുകളാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ യാത്രയും അങ്ങനെ തന്നെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ കുറേ കാണുന്നത് ഞങ്ങൾ ഇന്നലെ താമസിച്ച സ്ഥലമാണ്. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂം. ഇതിനോട് സ്റ്റൗവ്, ഗ്യാസ് കുറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോ. എന്തായാലും ഞങ്ങൾക്ക് റൂം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയ്ക്കാണ് 600 രൂപയ്ക്കാണ് റൂം കിട്ടിയത്. അത്യാവശ്യം ബാർഗൈൻ ചെയ്ത് കിട്ടിയതാണ്ടോ. അതിന് ഏകദേശം ഒരു 800 രൂപ റേറ്റ് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമായിരുന്നു. കാര്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇത്രയും റൂമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത റൂമെന്ന് തന്നെ പറയാം. ഒരു കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഇങ്ങനെ വ്ലോഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മാക്സിമം ചില വീഡിയോസ് ഒന്നും അത്ര സെറ്റപ്പ് ആയിരിക്കത്തില്ല. കാരണം ഇവിടെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ തട്ടിയെടുത്തിട്ട് പോകും. ഞങ്ങൾ ട്രെയിനിൽ വരുന്ന വഴിക്ക് ഒരുപാട് പേര് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്ന് വ്ലോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. കാരണം ഇവിടെ ഒരുപാട് ഫോണാണെങ്കിലും ക്യാമറ ആണെങ്കിലും തട്ടിയെടുത്തിട്ട് പോകും. എൻ്റെ ഉമ്മാർ ചോർ ബസാറിൽ കൊണ്ട് വിൽക്കും. നമുക്ക് ചോർ ബസാറിലൊക്കെ കാണാൻ പോകണം. മിക്കവാറും ഇത് തട്ടിയെടുത്തിട്ട് ചോർ ബസാറിൽ പോയി അത് മേടിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ചോർ ബസാറിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ഇങ്ങനെ ക്യാമറ നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒരുപാട് വ്ലോഗ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് എപ്പോഴും തട്ടിയെടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ തന്നെ ഞങ്ങളുടെ പുറകെ ഒരു പുള്ളി വന്നു, കുറേ നേരം വന്നു, റൂമിൻ്റെ വാതിക്കൽ വരെ വന്നു. പക്ഷെ തിരിച്ചു പോയിട്ടോ. ഞങ്ങളുടെ നോട്ടം പാവം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് തിരിച്ചു പോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ചെറിയ പിള്ളേർ വരെ അങ്ങനെ ചെയ്യുന്ന പരിപാടിയുണ്ട്. അതിപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഡ്രസ്സ് ഒന്ന് മാറിയിച്ച് ഇപ്പോൾ നമുക്ക് നേരെ സദർ ബസാർ ഇവിടുന്ന് പോവാം. ഇപ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരെ സദർ ബസാർ പോവാം. ഇവിടുന്ന് ഒരു 30 മിനിറ്റ് ഉള്ളൂ, 30 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. ജസ്റ്റ് നമുക്ക് സദർ ബസാർ പോകാനായിട്ട് നമുക്ക് മറ്റേ ഈ റിക്ഷ കിട്ടി. 20 രൂപയാണ് ഒരു ഈ റിക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നടക്കാൻ തീരുമാനിച്ചാൽ. പിന്നെ ഇവിടെ വൻ ബ്ലോക്ക് കേട്ടോ, നമുക്ക് അവിടെ അനങ്ങാൻ പറ്റത്തില്ല. കോപ്പടപാട് ബ്ലോക്ക്. ഭയ്യ ചലോ 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 ജൽദി ചലോ. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് അവിടെ സ്റ്റേ ഒന്നും ഒരു പിടുത്തൂല. രണ്ടുപേരും കൂടെ വന്നാലേ വണ്ടി എടുക്കത്തുള്ളൂ. എന്നാലേ പുള്ളിക്ക് ലാഭമുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേരോട് കയറ്റിയപ്പോഴത്തേന് 20 രൂപ. ഞങ്ങളെ വിളിച്ചവരോട്ടാ പോകുന്നത്. 4 പേരായി. ഒരാളോട് വന്നു കഴിഞ്ഞാൽ പോകാന്നിരിക്കും കേട്ടോ. അതിനാ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരാളെ കണ്ടു കിട്ടുന്നില്ല. വേറെ അമ്മ 2 പേരെയൊക്കെ വെച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊന്നും പിടിച്ച് വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ തട്ടിയെടുത്തിട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. വരുന്ന വഴിക്ക് കൊണ്ടുകൊണ്ട് വരും. അവിടെ 2 കൈക്കെങ്കിലും മുറുക്കെ പിടിച്ചാൽ രക്ഷയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇവിടെ 4 പേരും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സദർ ബസാറിലേക്ക് പോകും. ആണ് ചലോ ചലോ ഭയ്യ. ഇവിടെ വഴിക്ക് ഞങ്ങൾ നോക്കുമ്പോണ്ടല്ലോ ഫസ്റ്റ് വെക്കുന്നതിനകത്ത് നമ്മൾ ഹോൾസെയിൽ സദർ ബസാർ ഹോൾസെയിൽ മാർക്കറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊന്നും പിടിക്കില്ല. വ്ളോഗ് ക്യാമറയൊക്കെ ആരെങ്കിലും എടുത്തിട്ട് പോകും. ഇവിടെ രാവിലെ ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ കൊല തിരക്കും കൊല ചൂടുമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഹോൾസെയിൽ മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ നോർമൽ ഷോപ്പുകൾ തപ്പി ഇറങ്ങിയിട്ട് കണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ചോർ ബസാറിലാണ്. അവിടെ അത്യാവശ്യം ഷോപ്പാണ്. ഇവിടെ ഫുള്ള് ഹോൾസെയിൽ ഷോപ്പാണ്. പിന്നെ സ്ട്രീറ്റ് ഫുഡ് കുറേ ഉണ്ട്. അപ്പോൾ എന്തൊരു വെള്ളം മേടിച്ചാലോ. ഇവിടെ ഒരു വെള്ളക്കട നോക്കിയിട്ട് കാണുന്നില്ല. കാരണം വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണെന്ന് തോന്നുന്നു. നമ്മൾ ഉദ്ദേശിച്ച ഒരു ഷോപ്പുണ്ട്. ഇവിടെ ഫുള്ള് കറങ്ങാനായിട്ട് വന്നു. പക്ഷെ ഇവിടെ ചുറ്റി നിൽക്കുക കേട്ടോ. ചൂടൊരു രക്ഷയില്ല കേട്ടോ. നല്ല വെയില്. സംഭവം ഹോൾസെയിൽ മാർക്കറ്റാ. പക്ഷെ നിറച്ച് ചപ്പും ചവറുണ്ടോ കൂടി കിടക്കുന്നത്. എടുത്തിട്ട് ഒന്നെന്ന് പറയാൻ പറ്റില്ല. 2 കൈ കൊണ്ട് സ്ട്രോങ് ആയിട്ട് പിടിച്ചാലേ ആരുള്ളൂ. ചൂടൊരു രക്ഷയില്ല കേട്ടോ. നല്ല വെയില്. സംഭവം ഹോൾസെയിൽ മാർക്കറ്റാ. പക്ഷെ നിറച്ച് ചപ്പും ചവറുണ്ടോ കൂടി കിടക്കുന്നത്. ഇവിടെ റിക്ഷയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടു കൊടുക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൻ തട്ടിപ്പ് പറ്റും. ഇപ്പം നമ്മുടെ ഈ റിക്ഷയിൽ തന്നെ ഇവിടുന്ന് കരോൾ ബാഗ് വരെ പോകാനായിട്ട് ഏകദേശം 100 രൂപ 150 രൂപ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ അത് ബാർഗൈൻ ചെയ്ത് 100 രൂപ ആക്കി. ലാസ്റ്റ് അത് വേണ്ടാന്ന് വെച്ചിട്ടൊരു പോലീസുകാരനാണ്, ഡൽഹി പോലീസാണ് നമ്മളെ പറഞ്ഞു വിട്ടത് ഇങ്ങോട്ടേക്ക്. പുള്ളി ഇവിടുന്ന് പറഞ്ഞിട്ട് ഈ റിക്ഷ കയറി. ഞങ്ങൾക്ക് 2 പേർ കൂടെ 20 രൂപയുള്ളൂ. കരോൾ ബാഗ് വരെ ഏകദേശം 4-5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷനിൽ കൊണ്ട് വിട്ട് ഇവിടുന്ന് 20 രൂപയുള്ളൂ. മറ്റേ നമ്മുടെ സ്ഥലത്ത് നമ്മൾ നിന്ന സ്ഥലത്ത് ചോർ ബസാറല്ല പോടാ, സദർ ബസാർ. സദർ ബസാറിൽ നിന്ന് ഒരു ജംഗ്ഷൻ വരെ 2 പേർക്ക് 20 രൂപയുള്ളൂ. അവിടുന്ന് ഇപ്പൊ 20 രൂപയ്ക്ക് ഞങ്ങൾ പോകാൻ പോകണ്ടോ. അപ്പം
മൊത്തത്തിൽ എത്ര രൂപ ലാഭമുണ്ടെന്ന് നോക്കി. ചിലവന്മാർ വൻ ഊടായ്പായിരിക്കട്ടെ. ഇവർ എന്തോ പാവങ്ങൾ പാവം ഞങ്ങളെ 40 രൂപയ്ക്ക് കൊണ്ടുവിട്ടു, 20 രൂപയ്ക്ക് ഈ റിക്ഷയിൽ ഇവിടെ കൊണ്ടുവിട്ടു, 20 രൂപയ്ക്ക് ഇവിടുന്ന് കരോൾ ബാഗ് പോകാണ്ടോ. അപ്പോൾ അതേതായാലും ലാഭമായി. ഇല്ലാതെ 100-150 രൂപമാർക്ക് വെറുതെ കൊടുത്താണ്. കാരണം ഇത് ഞങ്ങൾ ഇത്തവണ അറിഞ്ഞ് ചെയ്താൽ. കാരണം കഴിഞ്ഞ തവണ ഒരുപാട് തവണ പറ്റിയതാണ്. 400, 500, 600 ഇഷ്ടം പോലെ കഴിഞ്ഞ തവണ പൊട്ടി ഡൽഹി വന്നു കഴിഞ്ഞ പിന്നെ. അപ്പോൾ ഇത്തവണ അതെല്ലാം മാക്സിമം നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ കരോൾ ബാഗിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ നമ്മുടെ ഡോക്ടർ അംബേദ്കറിന് എന്തോ പ്രോഗ്രാമിന്റെ അവിടെ പോകുന്നത്. ഏതൊരു സിഗ്നലിൽ കിടക്കും. പക്ഷേ ഇവിടെ സിഗ്നലും കാര്യങ്ങളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് നോട്ടമൊന്നുമില്ല അല്ലേ ബി? ഈ നമ്മുടെ ഡോക്ടർ അംബേദ്കറിന് എന്തോ പ്രോഗ്രാമിന്റെ അവിടെ പോകുന്നത്. നമ്മൾ കരോൾ ബാഗ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഉച്ച സമയമായി. 1 മണി 2 മണിയായി. ഇവിടെ മരത്തെ നിറച്ച് ബ്രാവ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ തിങ്കളാഴ്ച മാർക്കറ്റിൽ തിരക്ക് നല്ല രീതിക്ക് കുറവാണ്. കുറെ ഷോപ്പുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന മൊബൈൽ ഫോൺ എല്ലാം എവിടെ നിന്നൊക്കെയോ അടിച്ചിട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ അങ്ങനെ ഒളിച്ചിരുന്ന് എടുത്തതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എന്നോട് തിരക്ക് നല്ല രീതിക്ക് കുറവാണ്. കുറെ ഷോപ്പുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന മൊബൈൽ ഫോൺ എല്ലാം എവിടെ നിന്നൊക്കെയോ അടിച്ചിട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ അങ്ങനെ ഒളിച്ചിരുന്ന് എടുത്തതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എന്നോട് ജാഫർ മാർക്കറ്റിൽ ക്ലോസ് ആണ്. ജാഫർ മാർക്കറ്റിൽ ക്ലോസ്ഡ് ആണ്. മൺഡേ ജാഫർ മാർക്കറ്റ് ക്ലോസ് ആണ്. ഇനിയിപ്പോൾ മിക്കവാറും നമുക്ക് താജ് പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. താജ് പോയില്ലെങ്കിലും ആഗ്രഹമല്ല, നമ്മൾ കഴിഞ്ഞ ഇന്ത്യ ഗേറ്റിലേക്ക് മിക്കവാറും പോകും കേട്ടോ. താജ് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ ഗേറ്റിൽ എന്തായാലും പോകും. ഇനിയിപ്പോൾ സമയം 2 മണി 3 മണിയായി. മിക്കവാറും ഇന്ത്യ ഗേറ്റിൻ്റെ കൂടെ പോയാലോ? മിക്കവാറും ഇന്ത്യ ഗേറ്റിൻ്റെ കൂടെ പോവാം കേട്ടോ. കാരണം ഇവിടെ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആണ്. നാളെയാണ് നമ്മൾ ഇനി ഓപ്പൺ ആവുള്ളൂ. നാളെ ഇനി വന്നിട്ട് കാര്യമുള്ളൂ മാർക്കറ്റിലേക്ക്. നമുക്കിവിടെ നേരെ ഇന്ത്യ ഗേറ്റ് പോവാം കേട്ടോ. ഞങ്ങളിപ്പോൾ ആ മാർക്കറ്റിൻ്റെ പേര് റാവി കരോൾ ബാഗിൽ നേരെ ഇന്ത്യ ഗേറ്റ് പോവാണ്. ഇവിടെ നല്ല ചൂടാണ് കാര്യം പറഞ്ഞാൽ. അപ്പോൾ പയ്യെ നമ്മുടെ ആദ്യം ഒന്ന് ഓട്ടോയിൽ കയറ്റി, പിന്നെ ഞങ്ങൾ ഗൂഗിൾ പേ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. പിന്നെ വീണ്ടും 2 കയറ്റിയേക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടേ ബായ് നോക്കുക കാര്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ബായുടെ ഫ്രണ്ടിന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ നമ്മളിനി ഇന്ത്യ ഗേറ്റിലേക്ക് പോവാണ്. കഴിഞ്ഞ തവണ പോയ അതേ റൂട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ 2ാം സമയം ഇതൊക്കെ പോകുമ്പോഴത്തേനും ചെറിയൊരു ഓർമ്മയൊക്കെ. അപ്പോൾ കരോൾ ബാഗ് ഇന്ന് ഫുള്ള് ക്ലോസ് ആണ്. ഇന്ന് മൺഡേ ആണല്ലോ കരോൾ ബാഗ് ക്ലോസ് ആണ്. അപ്പോൾ നാളെ തിങ്കൾ ചൊവ്വാഴ്ചയാണ് തുറക്കുന്നത്. സാധാരണ എല്ലായിടത്തും അത് സൺഡേ മാർക്കറ്റാണ് മെയിനായിട്ടും. അതാണ് അങ്ങനെ വന്നിട്ട്. അപ്പോൾ ബായിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ബായി ചിരിച്ചോണ്ടിരിക്കാം. പാവം ബായി. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിട്ടോ. ബായ് നമ്മളെ വളരെ സേഫായിട്ട് എത്തിച്ചു. ഓക്കെ ഭയ്യ, എത്ര പേയ്മെൻറ്റ്? ഇവിടുമാർ കൂടുതലും യൂസ് ചെയ്യുന്ന ക്യാഷാണ് കേട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല. ഫുൾ GPay പരിപാടിയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ക്യാഷ് എടുത്ത് കൈ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അതിപ്പോൾ നമ്മൾ പിന്നെയും ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. 1 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ബയ്യ ഇവിടെ വെള്ളമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ തുരുമാരി ക്യാമറയായിട്ട് പുറകെ നടക്കുന്ന കേട്ടോ. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങോട്ട് വരുമെന്ന് ശരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യം പറഞ്ഞാൽ. പക്ഷേ ഇത്തവണ ഭയങ്കര ക്രൗഡ് കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴത്തേന് ഇത്രയും ക്രൗഡൊന്നും ഇല്ലയെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത്തവണ ഭയങ്കര ക്രൗഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. ഇമ്മരെ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഇനി പിന്നെ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയല്ലായിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് അങ്ങനെ കേട്ടോ കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ ഗൈഡൊന്നുമില്ല. ഒന്ന് വെറുതെ ഇപ്പം ഗൈഡ് അബിയാണ് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ ബാക്കിൽ നോക്ക് ഇന്ത്യ ഗേറ്റ്. ഇപ്പോൾ 2ാം തവണ ഇവിടെ വന്നു. ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വിളിക്കുക. വീണ്ടും ഇവിടെ എത്തിയില്ലോ എന്ന് പറഞ്ഞിട്ട്. കാരണം നാളെ നമുക്കൊരു മാർക്കറ്റിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടെ എല്ലാം കണ്ട് പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ ഒന്നുകൂടെ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ വന്നൊന്നും യൂട്യൂബിൽ ജസ്റ്റ് റീല് പോലെ ഇട്ടുകൊണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാം. ഇത്തവണ കുറച്ച് പൈസ നമ്മൾ ഓട്ടോക്കാരെ നമ്മുടെ അടുത്ത് മേടിച്ചുള്ളൂ കേട്ടോ. ഏകദേശം 3 കിലോമീറ്റർ, ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. അങ്ങനെ അപ്പോൾ എന്തായാലും തുടർന്ന് വീഡിയോ ചെയ്യാം നമുക്കിപ്പോൾ. ഇവിടെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. അകത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. രാവിലെ തൊട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതല്ലേ. അപ്പോൾ ഇനി കുറച്ച് നേരം ആ മരത്തിൻ്റെ അവിടെ പോയിട്ട് ഇരിക്കണം. ആരും ഇല്ലെന്ന് ഓർത്ത് വന്നു. ഇവിടെ ഭയങ്കര ആൾ. പക്ഷേ എൻ്റെ മുന്നേ സീന്. ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഒരുപാട് വ്ളോഗർമാരുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. എൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. വീക്കോ അങ്ങനെ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ പോലെ ഇടാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഭയങ്കര ക്രൗഡ് കേട്ടോ. നോക്കിയേ, ഇവിടെ ഫുള്ള് ക്രൗഡ്. ഇത്രയും ക്രൗഡ് പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞവണ് ഇത്രയും ക്രൗഡൊന്നും ഇല്ലായിരുന്നു കാര്യം പറഞ്ഞാൽ. എവിടെയും പോയി റെസ്റ്റ് എടുക്കാം. കുറേ നേരമായിട്ട് അലയുന്നല്ലേ. വെയിലാട്ടോ. അതാ ഞാൻ ഈ സാധനം ഇട്ടേക്കുന്നത്. ഇന്ത്യ ഗേറ്റിനുള്ളിൽ
ഫുഡ് കോർട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച ഫുഡും അരുണാചൽ പ്രദേശിലെ മാഗിയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവർക്കുള്ള ഫുഡുണ്ട്, കേരള ഫുഡുണ്ട്, ഓരോ സംസ്ഥാനക്കാർക്കും ഫുഡുണ്ട്. പക്ഷെ ഇന്ന് കേരളത്തിൻ്റെ അവധിയാണ്. ഇന്ന് ഡൽഹിയുടെ ചില മാർക്കറ്റുകൾ വരെ അവധിയാണ് കേട്ടോ, മണ്ടയൊക്കെ. എന്താണെന്നറിയില്ല. അബി വീട്ടിൽ കയറ്റുന്നുണ്ടോ? എങ്ങനെയുണ്ട് അബി മാഗി? സൂപ്പർ. നമ്മുടെ ഇന്ത്യ ഗേറ്റ് നൈറ്റ് വിഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയില്ല. നമ്മുടെ ഫ്ലാഗിൻ്റെ കളറും എല്ലാം കൂടെ ചെയ്തപ്പോൾ നൈസ് വ്യൂ ആണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം ക്രൗഡ്. നൈറ്റാന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒടുക്കത്തെ ആളാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ ഇത്ര ആൾക്കാരെ പോലും കണ്ടില്ല. കാരണം കഴിഞ്ഞ തവണ ഇത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇത്തവണ ഭയങ്കര ആള്. എന്താലേ. നമ്മളപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമുക്ക് നാളെ എടുക്കാം. നാളെ എവിടേക്കാണ് പോകണ്ടേ? നാളെ ചോർ ബസാർ നമ്മൾ മസ്റ്റായിട്ടും പോയിരിക്കും. അവിടെ ഒരുപാട് വീഡിയോസും വിഷ്വൽസും നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. ഇനി അങ്ങോട്ട് നമ്മുടെ കുറച്ച് വീഡിയോസ് ഫുള്ള് യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ, സീ യു.